വേതന വ്യവസ്ഥകൾ കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് PG റെസിഡന്റ് ഡോക്ടർമാർ പ്രക്ഷോഭ രംഗത്താണ്. ഒരു ദിവസം കരിദിനം ആചരിക്കുകയും ഒരു ദിവസം 2 മണിക്കൂർ ജോലി ബഹിഷ്കരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് 24 മണിക്കൂർ ജോലി ബഹിഷ്കരിക്കാൻ കേരള മെഡിക്കൽ PG അസോസിയേഷൻ തീരുമാനിച്ചത്. 24 മണിക്കൂറും സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാർക്ക് പര്യാപ്തമായ സ്റ്റൈപ്പൻഡല്ല ലഭിക്കുന്നതെന്നും അതേസമയം ഓരോ വർഷവും ഫീസ് വർദ്ധിക്കുകയാണെന്നും ഇവർ കുറ്റപ്പെടുത്തുന്നു. ഇന്ന് രാവിലെ തുടങ്ങുന്ന സമരം നാളെ രാവിലെ 8 മണിക്ക് അവസാനിക്കും. കേരളത്തിലെ 2000-ഓളം വരുന്ന ഡോക്ടർമാർ കാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള അവശ്യ സേവനങ്ങൾ ബഹിഷ്കരിക്കുന്നതോടെ സംസ്ഥാനത്തെ ആരോഗ്യരംഗം സ്തംഭിക്കും. കാഷ്വാലിറ്റിയും ലേബർ റൂമും ഓപ്പറേഷൻ തിയേറ്ററും ഉൾപ്പെടെ വാർഡും OPയും ഉൾപ്പെടെ എല്ലാം പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഡോക്ടേഴ്സ് റെസിഡന്റ് ഡോക്ടേഴ്സ് വിട്ടുനിൽക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ടും തീരുമാനങ്ങളൊന്നും വന്നില്ല എങ്കിൽ ബാക്കിയുള്ള സമരപരിപാടികളിലേക്ക് ഞങ്ങളെ വലിച്ചിഴക്കപ്പെടും എന്നാണ് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല. പ്രസവാനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക, റെസിഡന്റ് ഡോക്ടർമാർക്ക് താമസ സൌകര്യമൊരുക്കുക, ആശുപത്രി സംരക്ഷണ നിയമം നടപ്പാക്കുക, നിയമനങ്ങൾ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് KMPGA ഭാരവാഹികൾ നൽകുന്നത്. ഇന്ത്യ വിഷൻ, കോഴിക്കോട്.